ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെന്നൈ പാട്ടിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 9 മണിയോടുകൂടി നമ്മൾ തിരുവാണിയൂരെത്തിയിരുന്നു. അവിടെ നമ്മൾ ആഹാരം കഴിച്ച് ഇപ്പോൾ മഹാബലിപുരത്തേക്കുള്ള ബസ്സിൽ പോവുകയാണ്. തിരുവാണിയൂരിൽ നിന്ന് 588 എന്ന നമ്പറിലുള്ള ബസ്സിലാണ് നമ്മൾ കയറേണ്ടത്. അത് മഹാബലിപുരം ലാസ്റ്റ് സ്റ്റോപ്പാണ്. 21 രൂപയാണ് തിരുവാണിയൂരിൽ നിന്ന് മഹാബലിപുരം വരെയുള്ള ബസ് ചാർജ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന അജിനസ് ഫിനൻസ് എന്ന സ്ഥലമാണ്. രാവിലെ തന്നെ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന മഹാബലിപുരം ബസ് സ്റ്റാൻഡ്, ഇവിടെയാണ് നമ്മളൊന്ന് ബസ് പാർക്ക് ചെയ്തിരുന്നത്. ഈ വഴി നമ്മൾ അകത്തേക്ക് കാണുന്നാൽ അർജുനാസ് ഫിനൻസ് നമുക്ക് എത്താൻ പറ്റും. പാറക്കല്ലിൽ കൊത്തിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. വഴിയുടെ ഒരു സൈഡിൽ നിറയെ അലങ്കാര വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ്. അപ്പം അവിടെ നിന്ന് കുറച്ച് പേര് വില അപേക്ഷിച്ച് കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് നോക്കാൻ വേണ്ടി ചെന്നത്. ഇത് മുഴുവൻ പാറയിൽ കൊത്തിയ ശില്പങ്ങളും പാത്രങ്ങളും ഒക്കെയാണ്. തമിഴ്നാട് സംസ്ഥാനത്തെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണ് മഹാബലിപുരം. ഇവിടെ മാമല്ലപുരം എന്നറിയപ്പെടുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ തെക്കൻ ഭാരതത്തിലെ പല്ലവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് മാമല്ലപുരം എന്ന ഈ നഗരം രൂപപ്പെടുത്തിയെടുത്തത്. പല്ലവ രാജാവായിരുന്ന മാമല്ലൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളൊക്കെ തന്നെ ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ചവയാണ്. മഹാബലിപുരം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചതിലൊന്നാണ്. സ്മാരകങ്ങളിൽ ഭൂരിഭാഗവും പാറ തുരന്ന് നിർമ്മിച്ചവയാണ്. പലതും ഒറ്റപ്പാറയിൽ നിർമ്മിച്ചവയാണ്. ഈ സ്മാരകങ്ങളിലെല്ലാം തന്നെ ആദ്യകാല ദ്രാവിഡ തത്വശാസ്ത്രത്തിൻ്റെ സ്പർശനം കാണാം. അതിൽ ബുദ്ധമതത്തിൻ്റെ പല സംഗതികളും പ്രകടമാണ്. ഗുഹാക്ഷേത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപങ്ങളും ശില്പങ്ങളും ക്ഷേത്രങ്ങളും അടങ്ങിയതാണ് മഹാബലിപുരത്തെ സ്മാരകങ്ങൾ. മഹാബലിപുരം പല്ലവ രാജ്യത്തെ ഒരു ശില്പകലാ വിദ്യാലയമാണെന്ന് കരുതപ്പെടുന്നു. അപൂർണമായതും പല ശൈലിയിലുള്ളതുമായ അനേകം ശില്പങ്ങളാണ് ഇതൊരു വിദ്യാലയമാണെന്ന് കരുതാൻ കാരണം. മഹാബലിപുരം ഒരു ചെറിയ കാഴ്ചയല്ല. ഒരുപാട് സ്ഥലത്ത് നടന്ന് കാണാനുള്ള കാഴ്ചകൾ മഹാബലിപുരത്തുണ്ട്. അതിലെ ആദ്യത്തെ പ്രധാന കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ നടന്നില്ല. ധാരാളം സഞ്ചാരികൾ അവിടെ കൂടി നിൽപ്പുണ്ട്. ഒരു വലിയ പാറ നിറയെ പണ്ട് കാലത്ത് എപ്പോഴോ കൊത്തുപണികൾ നടത്തി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 വലിയ ആനകളാണ് പ്രധാനമായും കൊത്തിവെച്ചിരിക്കുന്നത്. കൂടാതെ ഒട്ടനവധി കൊത്തുപണികൾ ആ പാറയിൽ അവർ നടത്തിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ കാഴ്ചയാണത്. ആ കാഴ്ച കുറച്ചേരം ആസ്വദിച്ച് നിന്നതിന് ശേഷം ഞങ്ങൾ തിരുക്കടൽ മല്ലൈ എന്ന ക്ഷേത്രത്തിലേക്ക് നടന്നു. ശില്പനഗരിയിൽ കിടന്നാൽ ആദ്യം കാണാനുള്ള കാഴ്ച തിരുക്കടൽ മല്ലൈ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രമാണ്. ശില്പങ്ങൾ കടക്കാറ്റേറ്റും കൊടും വെയിലിൽ നശിച്ചു പോകാതിരിക്കാൻ രാജാക്കന്മാർ നിർമ്മിച്ച തിരുക്കടൽ മല്ലൈ ഒരു ശിവക്ഷേത്രമാണ്. രാവിലെ തന്നെ സഞ്ചാരികളെ കൊണ്ട് മഹാബലിപുരം നിറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് സ്ഥിര സഞ്ചാരികൾ. തൂണുകൾ ഉൾപ്പെടെ എല്ലാം പാറക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. ഞാനും അഭിനനും കൂടി ആ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ആ വഴിയെ പതിയെ നടന്നു. മഹാബലിപുരത്ത് എത്തിക്കഴിഞ്ഞത് രണ്ടാമത്തെ കാഴ്ചയാണ്. ഇതാണ് കൃഷ്ണ മണ്ഡപ. ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ രൂപമാണ്. നടന്ന് കണ്ട തീരാത്തത്ര കാഴ്ചകളാണ് മഹാബലിപുരത്തുള്ളത്. എല്ലാം പാറകളിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ്. അതിമനോഹരമായി തന്നെ ആ കാലഘട്ടത്തിൽ ഇവ കൊത്തിവെച്ചിരിക്കുന്നു. പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങളുടെ പെർഫെക്ഷൻ എടുത്തു പറയേണ്ട ഒന്നാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഓരോന്നും. അവിടുന്ന് നമ്മൾ ഇറങ്ങി നടന്നു ചെല്ലുന്നത് മഹാബലിപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നിലേക്കാണ്.
ഇപ്പോൾ താഴേക്ക് ഉരുണ്ട് നീങ്ങുമോ എന്ന് ഭയപ്പെടുത്തി നിൽക്കുന്ന കൂറ്റൻ പറക്കലാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നതാണ് അപ്പോൾ ആ കല്ലിപ്പോൾ മറിഞ്ഞു വീഴുമെന്ന്. പക്ഷേ നമുക്ക് അടുത്തേക്ക് എത്തുമ്പോൾ മനസ്സിലാവും അതിഭയങ്കരമായ വലിപ്പമുള്ളൊരു കല്ലാണത്. ഇവിടെ കയറാൻ പാസ് ഉണ്ട്. നമ്മളാദ്യം എടുത്തിരുന്നില്ല. രണ്ടാമത് നമ്മൾ പോയി പാസ് എടുത്ത് തിരികെ വന്നു. ഏകദേശം 40 രൂപയോളാണ് ഒരാൾക്ക് പാസ്സാവുന്നത്. ഇവിടെ നിന്നാണ് മഹാബലിപുരത്തെ പ്രധാന കാഴ്ചകളുടെ തുടക്കം. ഇനി അങ്ങോട്ട് നടന്ന് കാണാനുള്ള കാഴ്ചകളാണ്. പാസ് സീൽ ചെയ്ത് വാങ്ങി നമ്മൾ മുന്നിലേക്ക് നടന്നു. മഹാബലിപുരത്തെ ഏറ്റവും പ്രധാന ഫോട്ടോ പോയിൻ്റാണ് ഈ താഴേക്ക് വീഴാൻ നിൽക്കുന്ന ഈ കല്ല്. ഇവിടുന്ന് എടുത്ത നിരവധി ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവണം. പാറയുടെ ചൂട്ടിലുള്ള തണലിൽ ഇപ്പോഴും ആളുകൾ ഇരിപ്പുണ്ട്. ആ പാറ തള്ളി താഴെ ഇടുന്ന രീതിയിലും താങ്ങി നിർത്തുകയാണെന്ന രീതിയിൽ ഫോട്ടോ എടുക്കുന്ന ധാരാളം പേര് അവിടെ ഇട്ട്. നമ്മൾ പതിയെ നടന്ന് അതിൻ്റെ ചൂട്ടിലേക്ക് എത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരികിലേക്ക് എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. അത്രയും വലിയൊരു കല്ലാണ് ആ നിൽക്കുന്നത്. അത് ഉന്തി തള്ളുന്ന പോയിട്ട് ഒന്ന് അനക്കാൻ പോലും ഒരു 100 പേര് സാധിക്കില്ല. അത്രയധികം വലിപ്പം ആ കല്ലിനുണ്ട്. പാറയ്ക്ക് പുറകുവശത്തോട്ടുള്ള വഴിയെ മുന്നോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തുറസായ സ്ഥലത്തെത്തും. ഇവിടുന്ന് തമിഴ്നാടിൻ്റെ വിദൂര കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉച്ചയ്ക്ക് നല്ല വെയിലാണ് മഹാബലിപുരത്ത്. അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള കച്ചവടക്കാരെ നമുക്ക് വഴിയിലുടനീളം കാണാൻ സാധിക്കും. തീരദേശ നഗരമായിട്ട് കൂടി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 12 അടി ഉയരത്തിലാണ് മഹാബലിപുരം സ്ഥിതി ചെയ്യുന്നത്. പുറകുവശത്ത് ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ദൂരക്കാഴ്ച ഇതാണ്. പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന മഹാബലിപുരം. അവിടെ നിന്ന് നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. നടക്കാനുള്ള വഴികൾ കരിങ്കല്ല് പാകി മനോഹരമാക്കിയിട്ടുണ്ട്. ആ വഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. പോകുന്ന വഴിയാണ് ദ്രൗപദീസ് പാത്ത് എന്ന് പറഞ്ഞൊരു കുഞ്ഞു കുളം നമുക്ക് കാണാൻ സാധിക്കുക. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിയാൽ നമുക്ക് ദ്രൗപദീസ് പാത്ത് കാണാം. കരിങ്കല്ല് ചതുരാകൃതിയിൽ മുറിച്ച് ആണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. അതും കുറച്ചധികം ഉയരത്തിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചുറ്റുവട്ടത്തുള്ളതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാറയാണ് ചതുരാകൃതിയിൽ മുറിച്ച് അവർ ഒരു കൊച്ചു കുളമാക്കി മാറ്റിയിരിക്കുന്നത്. താഴെക്കൂടെ നടന്നു വന്നാൽ ബോർഡില്ലെങ്കിൽ അങ്ങനെയൊരു കുളം അവിടെയുള്ളത് നമ്മൾ അറിയുക പോലുമില്ല. അവിടെ നിന്നിറങ്ങി താഴേക്ക് നടന്നു കഴിഞ്ഞാൽ കരക്കി വിൽക്കുന്ന ഒരാൾ വെള്ളം, മാങ്ങ എല്ലാം നമുക്ക് വഴി സൈഡിൽ തന്നെ സോഡ മേടിക്കാൻ കിട്ടും. പലയിടങ്ങളായി ഒരുപാട് കാഴ്ചകൾ മഹാബലിപുരത്തുണ്ട്. അവിടേക്കെല്ലാം നടന്നാണ് നമ്മൾ ചെല്ലേണ്ടത്. ഒരു വലിയ ഭൂപ്രദേശത്ത് പല ഭാഗങ്ങളിലായി വിഭജിച്ചെടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. കരിങ്കല്ലിൽ തന്നെ തീർത്ത ഒരു ഗോപുരമാണിത്. റോയാ ഗോപുരം എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോഴും പണി പൂർത്തിയാകാത്ത ഒന്നാണിത്. അതിമനോഹരമായ കൊത്തുപണിയാണ് ഈ ഗോപുരത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത്. ആ തൂണുകളുടെ കൊത്തുപണി ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതും ആ കാലഘട്ടത്തിൽ. എല്ലായിടത്തും നിറയെ സഞ്ചാരികളാണ്. അവർ ഓരോ പോസ്റ്റിൽ പലയിടങ്ങളായി നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. റോയ ഗോപുരത്തിന് ചുറ്റും നടന്നതിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പാറയിൽ വെട്ടി ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റെപ്പുകൾ കയറി ചെന്നാൽ നമ്മളൊരു ഗുഹാക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത്. വലിയൊരു പാറ തുരന്നും അതിന് മുന്നിലേക്കുമായി തൂണുകൾ സ്ഥാപിച്ചും വലിയൊരു ഗുഹാനിർമ്മിതി നമുക്കിവിടെ കാണാൻ സാധിക്കും. നിറയെ കൊത്തുപണികളാണ് അതിലൊരുക്കിയിരിക്കുന്നത്. 2 സൈഡിലുമായി പാറയിൽ തന്നെ സ്റ്റെപ്പുകളും അവർ കുത്തിയൊരുക്കി വെച്ചിട്ടുണ്ട്.
ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയപ്പോഴേക്കും നമുക്കൊരു കനത്ത മന അനുഭവപ്പെടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഓവാലുകൾ കൂട്ടമായി ചേക്കേറുന്ന സ്ഥലമാണ്. അതിൻ്റെ കാഷ്ടത്തിൻ്റെ എന്തോ ഒരു മണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അതിനകത്ത് നിന്നില്ല, പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർഭാഗമായി ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.